UDF അധികാരത്തിലെത്തിയാൽ LDF കൊണ്ടുവന്ന ഭൂനിയമം റദ്ദാക്കുമെന്ന പ്രതിപക്ഷ നേതാവടക്കം സ്വതന്ത്ര കർഷക സംഘടനകൾക്ക് ഉറപ്പ് നൽകി. അധികാരത്തിലെത്തിയാൽ 3 മാസത്തിനുള്ളിൽ നിയമം റദ്ദു ചെയ്ത പുതിയ നിയമം കൊണ്ടുവരുമെന്നും കർഷകരുടെ ഭൂമി സ്വതന്ത്രമായി മാറ്റുമെന്നും സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിപക്ഷ നേതാവ് കർഷക സംഘടനാ പ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയതായി അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തി പ്രതിപക്ഷ നേതാവ് VD സതീശനെ നേരിൽ കണ്ട് ചർച്ച നടത്തിയത്. LDF സർക്കാർ 2023 കൊണ്ടുവന്ന നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്ത് കോൺഗ്രസിനൊപ്പം സ്വതന്ത്ര കർഷക സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള UDF നേതാക്കളുമായി സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികൾ ചർച്ച നടത്തിയത്. തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ UDF അധികാരത്തിലെത്തിയാൽ നിലവിലെ നിയമം റദ്ദു ചെയ്ത 3 മാസത്തിനുള്ളിൽ പുതിയ നിയമം കൊണ്ടുവരുമെന്നും ഭൂവിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമെന്നും ഉറപ്പ് നൽകി. അടിസ്ഥാനപരമായ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഉറപ്പാണ് ഈ കർഷക സംഘടനകൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് UDFന്റെ പ്രകടന പത്രികയിൽ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുമെന്നും സമയബന്ധിതമായി പരിഹരിക്കുന്നതിന് അവർ കൂട്ടായി ശ്രമിക്കുമെന്നും UDFലെ ഓരോ നേതാക്കളും ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി അടക്കം CP ജോൺ അടക്കം അതിൻ്റെ അകത്ത് ഷാഫി പറമ്പിൽ തുടങ്ങിയുള്ള ഇത് തയ്യാറാക്കുന്ന ആ കമ്മിറ്റി അടക്കം മോൻസ് ജോസഫ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഉറപ്പു നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ കർഷക സംഘടനകളുമായിട്ടുള്ള ചർച്ച അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ജില്ലയിലെ റവന്യൂ വനം വകുപ്പുകൾ തമ്മിൽ നിലനിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുകയും പുതിയതായിട്ടുള്ള വനവിജ്ഞാപനങ്ങൾ റദ്ദു ചെയ്യുമെന്നും UDF നേതാക്കൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങൾ പ്രധാന ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവരുവാനാണ് UDFന്റെ നീക്കം. ഒപ്പം സർക്കാരിനെതിരെ നിൽക്കുന്ന സ്വതന്ത്ര കർഷക സംഘടനകളെ ഒപ്പം നിർത്തി നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യവും UDFനും കോൺഗ്രസിനുമുണ്ട്. സിറ്റി വിഷൻ, രാജാക്കാട്.